പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ വലിയ നോമ്പിൻ്റെ 16-ാം ദിവസത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. ഈ പരിശുദ്ധ ദിവസത്തിൽ ദൈവവചനത്തിൽ നിന്ന് ഒന്ന് ഭയപ്പെടുത്തുന്നു എങ്കിലും ആത്മാവിനെ ഉണർത്തുന്ന ഒരു വാക്യം ഇന്ന് നമുക്ക് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 11-ാം വാക്യം. അവിടെ ഇപ്രകാരം നാം കാണുന്നു: ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ വിശുദ്ധ നോമ്പിന്റെ 16-ാം ദിവസത്തിൽ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായിട്ടാണ് നാം ഈ തിരുവചനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വചനം പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അവൻ എലിമാസ് എന്ന മന്ത്രവാദിയോടാണ് ഈ വാക്കുകൾ പ്രസ്താവിച്ചത്. എലിമാസ് ദൈവത്തിൻ്റെ സത്യത്തെ തടയുവാൻ ശ്രമിച്ചു. ദൈവപ്രവൃത്തിയെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ വീണു, അവൻ കുരുടനായി. സഹോദരങ്ങളെ, ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്: ദൈവം എന്തുകൊണ്ട് അവനെ ശിക്ഷിച്ചു? ദൈവത്തിൻ്റെ കോപം പ്രതികാരമല്ല, അത് ഒരു അല്പം പരിഷ്കാരമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ശിക്ഷ നടപ്പാക്കാനല്ല ദൈവം വന്നത്, അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവൻ്റെ കണ്ണ് കുരുടാക്കിയത്. ആമേൻ, ഹല്ലേലൂയ. ഒരു ആത്മീയ അന്ധത അവിടെ ഉണ്ടായിരുന്നു. ഇത് ഇന്നത്തെ ലോകത്തിൻ്റെയും യാഥാർത്ഥ്യമാണ്. ഇന്ന് നാം ജീവിക്കുന്നത് യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും അരിഷ്ഠിതാവസ്ഥയുടെയും ലോകത്തിലാണ്. അങ്ങനെയൊരു കാലഘട്ടമാണ് നമുക്ക് മുൻപിൽ ഇപ്പോൾ ഉള്ളത്. മനുഷ്യർ തമ്മിൽ പോരാടുന്നു, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുന്നു. പക്ഷേ ദൈവവചനം പറയുന്നു, ഇത് വെറും ഭൗതിക യുദ്ധമല്ല. ഇന്നത്തെ യുദ്ധങ്ങളുടെ വേരുകൾ നാം അന്വേഷിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള പാപത്തിൽ നിന്ന് ഉടലെടുത്തവയാണ് ഇവയെല്ലാം. സ്വാർത്ഥത, അധികാരമോഹം, ഞാൻ മറ്റാരിലും സമർത്ഥനായ മനുഷ്യൻ, ഇവയാണ് പല യുദ്ധങ്ങളുടെയും വിത്തുകൾ. എലിമാസ് എന്ന മന്ത്രവാദി കുരുടനായത് ശരീരത്തിൽ മാത്രമല്ല, അവൻ മുൻപേ ആത്മീയമായി കുരുടനായിരുന്നു. സമകാലിക സംഭവങ്ങളും ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇന്ന് പലയിടങ്ങളിലും രാജ്യങ്ങളിലും നാം കാണുന്ന യുദ്ധങ്ങൾ, നാം കേൾക്കുന്ന യുദ്ധശ്രുതികൾ, ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണോ? നാം ഒന്ന് ആലോചിച്ചു നോക്കുക. ദൈവം ഒരിക്കലും യുദ്ധം സൃഷ്ടിക്കുന്നില്ല, പക്ഷേ മനുഷ്യന്റെ പാപം യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു. ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്നാണ്. ആമേൻ, ഹല്ലേലൂയ. യുദ്ധത്തിന്റെ പരിഹാരം, ദേശത്തിന്റെ സൗഖ്യം, സഭയുടെ മുട്ടുകുത്തൽ ആരംഭിക്കുന്നു. അത് പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിക്കുന്നു. അതാണ് യുദ്ധത്തിന്റെ പരിഹാരം, അതാണ് ദേശത്തിന്റെ സൗഖ്യം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെയിരിക്കുമെന്നാണ് ഈ വചനത്തിൽ നാം വായിച്ചത്. അത് ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാണ്. പൗലോസ് പറഞ്ഞത് ശ്രദ്ധിക്കുക, ഒരു സമയത്തേക്ക് എന്നാണ്. അത് ശാശ്വതമല്ല. ദൈവം വാതിൽ പൂട്ടുന്നില്ല. ദൈവം വാതിൽ അടയ്ക്കുമ്പോഴും അവന്റെ കണ്ണുകൾക്ക് അന്ധതയുണ്ടാകുമ്പോഴും അതിനെ തിരിച്ചു തുറക്കുവാനുള്ള സമയം കൂടി ദൈവം അവന് നൽകുന്നു. അതാണ് ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അന്ധത ബാധിച്ചത്. ഇത് ശിക്ഷയല്ല, ശുദ്ധീകരണമാണ്. ഇത് ശാപമല്ല, അവസരമാണ്. ഇത് ശിക്ഷയെങ്കിൽ അവൻ അന്ധനായി ബാക്കിയുള്ള അവന്റെ ജീവിതം നരകതുല്യമാകുമായിരുന്നു. സൂര്യനെ കാണാതെ എന്നൊരു വാചകം അവിടെയുണ്ട്. സൂര്യൻ ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്നറിയാമോ? ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തുവിനെ കാണാതെ ജീവിക്കുക എന്നത് യഥാർത്ഥ അന്ധതയാണ്. ഇന്ന് പലരും കണ്ണുള്ളവരായി നടക്കുന്നുവെങ്കിലും പക്ഷേ ആത്മാവിൽ കുരുടരാണ്. സമകാലിക യുദ്ധങ്ങൾ നമ്മെ ചോദ്യം ചെയ്യുന്നു. നമ്മൾ വെളിച്ചത്തോടെയാണോ അതോ ഇരുളോടെയാണോ ആയിരിക്കുന്നത് എന്ന്. ഈ വിശുദ്ധ നോമ്പ് കാലമെന്നത് ആത്മീയ അന്ധതയിൽ നിന്ന് നമ്മുടെ കാഴ്ചശക്തി വീണ്ടെടുക്കുവാനുള്ള കാലമാണ്. ഈ വിശുദ്ധ നോമ്പ് ആത്മീയ കാഴ്ച വീണ്ടെടുക്കുവാനുള്ളൊരു സമയമാണ്. പ്രിയ ദൈവമക്കളെ, നോമ്പ് ഉപവാസം മാത്രമല്ല, അത് നമ്മുടെ ആത്മാവിനെ കീറിമുറിക്കുന്ന ഒരു ശസ്ത്രക്രിയ പോലെയാണ്. ദൈവം നമ്മയും ഒരു സമയത്തേക്ക്, ചില നിമിഷങ്ങളിലേക്ക് നിർത്തുന്നു, അന്ധരായി നിർത്തുന്നു. അതെന്തിനെന്നറിയാമോ? നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുവാൻ. ഇന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, എൻ്റെ ഹൃദയം മന്ത്രവാദിയായ എലീമാസിനെ പോലെയാണോ? ഞാൻ സത്യത്തെ തടയുന്നുണ്ടോ? ഞാൻ എൻ്റെ ചിന്തകൾ ദൈവപ്രവർത്തിക്ക് വിരോധമായാണോ ചിന്തിക്കുന്നത്? ഇതൊരു പ്രവാചക വിളിയാണ് ദൈവമക്കളെ. ലോകം യുദ്ധങ്ങളിലും അരിഷ്ടിതാവസ്ഥകളിലുമായിരിക്കാം. പക്ഷേ നാം, നമ്മുടെ കുടുംബം, ഞാൻ എന്ന വ്യക്തി, നമ്മുടെ സഭ, നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണം. നമ്മൾ അന്ധരാകുന്നതിന് മുൻപ് തന്നെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക. നമ്മുടെ കുടുംബങ്ങൾക്കായി, നമ്മുടെ ദേശത്തിനായി, നമ്മുടെ സുഹൃത്തുക്കൾക്കായി, നമ്മുടെ ബന്ധുമിത്രാദികൾക്കായി, ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ വീഴുമ്പോൾ അത് ശിക്ഷയ്ക്കായിട്ടല്ല, അഭിഷേകമായി മാറണം. ഈ വിശുദ്ധ നോമ്പ് കാലം നമ്മുടെ ആത്മീയ കാഴ്ച വീണ്ടെടുക്കുവാനുള്ള അവസരമായി തീരട്ടെ. നമുക്ക് മുട്ടുകുത്തി, കൈകൾ കൂപ്പി, നമ്മുടെ കണ്ണുകൾ അടച്ച് മനസ്സിനെ ദൈവ മുൻപാകെ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കാത്തുപരിപാലിക്കുന്നവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുമ്പോഴും എത്രയോ പ്രാവശ്യം ആത്മാവിൽ ഞങ്ങൾ കുരുടന്മാരായി നടക്കുന്നു. കർത്താവേ, നിന്റെ സത്യത്തെ അറിയാമായിരുന്നിട്ടും അതനുസരിക്കാതെ ജീവിച്ച നിമിഷങ്ങൾക്കായി ഞങ്ങൾ അനുതപിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ വചനം കേട്ടിട്ടും അത് ഹൃദയത്തിൽ സ്വീകരിക്കാതെ ജീവിച്ച നിമിഷങ്ങൾക്കായി ഞങ്ങളിപ്പോൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, എലിമാസിനെ പോലെ നിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്ന മനോഭാവം ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവിൻ്റെ കൈ ഞങ്ങളുടെ മേൽ വീഴുമ്പോൾ അത് ശിക്ഷയ്ക്കായിട്ടല്ല, പരിശുദ്ധീകരണമായി അനുഭവിക്കുവാൻ തമ്പുരാനെ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ ആത്മീയ അന്ധതയെ
അവിടുന്ന് നീക്കണമേ. അഹങ്കാരത്തിൻ്റെ ഇരുൾ നീക്കണമേ. സ്വാർത്ഥതയുടെ മറ നീക്കണമേ. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുമാറാകണമേ. ലോകം കലഹത്തിൽ യുദ്ധഭീതിയിൽ മുങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയം സമാധാനത്തിൻ്റെ ഉറവിടമാകട്ടെ. യുദ്ധത്തിൻ്റെ ശബ്ദങ്ങൾക്കിടയിൽ പ്രാർത്ഥനയുടെ സ്വരം ഞങ്ങളുടെ ഉള്ളിൽ തമ്പുരാനെ അവിടുന്ന് നിറയ്ക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ലോക സമാധാനത്തിനായി അവിടുത്തെ മധ്യസ്ഥത ഞങ്ങൾ യാചിക്കുന്നു. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.